ഈ ലോകം സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ അത് പിന്നിലോട്ടാണെന്ന് മാത്രം. ഭാവി ഭാരത മണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയിൽ നിന്ന് കുട്ടികളെല്ലാം കാനഡയിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്തിന്? അമാർക്ക് പോലും അറിയത്തില്ല എന്തിനാ കെട്ടിപ്പറക്കി എല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുന്നതെന്ന്. കെട്ടിയെടുത്തങ്ങ് ചൊല്ലും. എന്നാൽ ബാക്കി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ജനതയോ? പ്രിയ മിത്രങ്ങളെ, ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രത്തിലേക്ക് കടക്കാം. അമ്മേ തമ്മോ തമ്മ കാനഡയ്ക്കൊന്നുമല്ല, ടൂർ പോകുന്നു പറഞ്ഞ് വല്ല ചന്ദ്രയാൻ 3 വല്ലതും കയറ്റി വേണം. മണ്ടന്മാരെ വിശ്വസിച്ചോളും കയറി പൊക്കോളും. ബോബ് മാർലിയുടെ 1 2 3 4 5 6 7 തുമ്പത്തെ പൂടകള്. ഈ വിധം ജീവികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കരയിലോ അതോ വെള്ളത്തിലോ? ദൈവം സഹായിക്ക് രണ്ടിലുമല്ല. അരച്ചൻ പീടി പാൻപരാഗ് പറ്റുന്നിടത്തല്ല ചേരാത്ത കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ യമ്മാര് പോയാൽ ഫൈൻ അടിക്കും. മുട്ടുവരെ വലിച്ചു കയറ്റിയിട്ടൊരു പാന്റ്, ഒന്നെങ്കിൽ ഭയങ്കര ലൂസ്, കാറ്റ് താടിയൂലേ, അല്ലെങ്കിൽ മഞ്ഞച്ചാര നിൽക്കുന്ന പോലെ വലിഞ്ഞു മുറുകിയ ഒരു ഷർട്ട്. ഇതാണ് നമ്മുടെ പുള്ളിങ്കോ. മച്ചാന്മാരുടെ മെയിൻ സാധനം ഇതാണ്. ഇമാരിനി നീ ഹരിവരാസനം കേട്ടാലും അതിനകത്ത് ബാൻഡ് മേളം കയറ്റും. എന്തോന്ന് പാന്റിനകത്ത് ചരമകോളം ഒട്ടിച്ചു വെച്ചേക്കുന്നോ? ഓ അവന്റെ ചലിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എവിടെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് അടിക്കണം. ഫ്ലക്സ് ഏതാണ്ട് കീറി ചുറ്റി വലിഞ്ഞേക്കോ. തുമ്പത്തൊരു ബെസ്റ്റിയുടെ ഫോട്ടോയും കൂടെ ഒട്ടിക്കരുതായിരുന്നു. അവന്റെ ആ കോൺഫിഡൻസ്. പൊതിച്ചാറൊക്കെ പൊതിഞ്ഞു വെച്ചേക്കുന്ന പോലെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. ഒരു നാട്ടിലെ ജനത മൊത്തം ഉണ്ട് അവന്റെ പാലിൽ. ചന്തിയിലൊക്കെ 4-5 പേരെ പടം അടിച്ചിട്ടുണ്ട്. അവന്റെയൊക്കെ മനസ്സിൽ പോയി ജെട്ടിപ്പുറത്ത് കാമുകിയുടെ ഫോട്ടോ ഒക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും. പറയാൻ പറ്റത്തില്ല. ട്രൂ ലവ്. இவன் இப்ப கால் பண்றா? ஹலோ ஹலோ, ஏய் நான் தான்டா உன் எக்ஸ் பேசுறேன். சொல்றி. ஏய் நான் ஒரு புதுசா ஒரு பையன் கூட கமிட்டட் ஆயிட்டேன்டா. என்னடா பழையசெல்லாம் நினைக்கிறியா? ஒரு பாட்டு தாண்டி ஞாபகம் வருது. എന്റെ എക്സ് ഇവനെ വിട്ടു പോയതിന്റെ ആഘോഷമാണ് നമ്മളിപ്പോ കണ്ടതാ. ബാൻഡിമേളം ഒക്കെ ആയിട്ട് കാര്യമായില്ലേ അവള് വിട്ടു പോയത്. ഇതിനെയൊക്കെ എങ്ങനെ കെട്ടും? അല്ല നാലോചിച്ച് നോക്കിയാൽ ഇവനെ പോലെ ഒരു കല്യാണ മണ്ഡപത്തിലിരിക്കുന്നത്. കയറി വരുന്ന എല്ലാവർക്കും ഹാൻഡ് ചൂണ്ടിന്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും. മണ്ഡപത്തിൽ കൊട്ടും പാട്ടും ഒന്നും കാണത്തില്ല. ബാൻഡിമേളമായിരിക്കും വിത്ത് DJ. ഇത്ര മാത്രം മതിയാകും ഒരു പുള്ളിങ്കോ സ്റ്റൈൽ. ഓക്കെ നെക്സ്റ്റ്. டேய் மண்மூட்டை. ஆமா நான் மண்மூட்டை, நீ அட்டை. பைத்தியம் பைத்தியம் பாத்துக்கோ. ആമ തമ്പി, പാക്കുന്നവർക്കും പൈത്യം, ചെയ്യുന്നവർക്കും പൈത്യം. ലോകമേ പൈത്യം. അല്ല നിന്നെയൊക്കെ എന്നേ ഒരു ബെഡ്ഷീറ്റ് തൂത്ത് കളഞ്ഞാന്. അല്ല ഞാൻ ഈ നോക്കുന്ന എന്തൊക്കെ കളറായത്? തത്തപ്പച്ച, വയലറ്റ്, വെള്ള. എന്താ ഇത്? ഇതൊക്കെ കാണിച്ചോ ഇവന്മാര് കിച്ചിനെ വീഴ്ത്തുന്നത്. പക്ഷെ വീഴുകയും ചെയ്യും. എങ്ങനെയാന്ന് അറിയത്തില്ല കേട്ടോ. ഇവന്മാരൊക്കെ കൂട്ടത്തിൽ ഓരോന്ന് കാണും. കണ്ട യവനൊക്കെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ഇവനൊക്കെ അവിടെ വെളിയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ ചിക്സ് വന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വിചാരിച്ച് തമിഴ്നാട് അടക്കി പിടിക്കുന്ന പുള്ളിങ്കോ വന്നാ വിറ്റാ കാശ് കിട്ടുവോ? മറ്റേ താട് വാടി ഒലയും. ഇവന്മാരുടെ സ്വന്തം ചെന്നൈയിലോട്ട് അങ്ങോട്ട് കാല് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഓക്രിത്തരോ അപരാധമോ അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. കണ്ടോ, പറഞ്ഞില്ലയോ? ഓക്രിത്തരോ അപരാധമോ അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. ഇവനൊക്കെ അതിന് ഇന്ത്യൻ പൗരന്മാര്. എന്തൊക്കെ കളറുണ്ട്? വയലറ്റ്, പച്ച, മഞ്ഞ, വെള്ള, ചുമപ്പ്. അറ്റത്തൊരു തിരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിൽ കത്തിച്ച് വെക്കാം. വേറെ ഉപയോഗങ്ങളൊന്നും ഇവന്മാരെ കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അരസൻ പീടിയുടെ വിജയം. അടുത്തത് അവനാ കോട്ട എവിടുന്ന് വാടകയ്ക്ക് എടുത്തതെന്ന് അറിയത്തില്ല. എന്തായാലും പോരാ, മോശമാ, കൊള്ളത്തില്ല. നെക്സ്റ്റ്. நீங்க டெய்லி என்ன பண்ணுவீங்க? எப்படி இருப்பீங்க? மட்டும் ஆச்சுன்னு இருப்போம், யார பார்த்தால சிச்சுன்னு இருப்போம். டம் அடிச்ச பின்னால பல யோசனை வர தன்னால. ഇപ്പത്തുള്ളവൻ ഇന്നും കൂടെ ഒന്നും കഴിച്ചില്ല, അവനടുത്ത തെക്കം കാറ്റ് തീരും. ഇവന്റെ ആ തൊപ്പിയുടെ കൂട്ടത്തിൽ വരുന്നതാണോ മുടി? ഇവന്മാർക്കല്ല ഈ പാൻറ്റിങ് ഇനി കോഴിക്കാല് പോലെ ഇടണമെന്ന് ഇത്ര നിർബന്ധം എന്തുവാ? ആർക്കറിയാം എന്തൊക്കെയാ നടക്കുന്നതെന്ന്. നല്ലത് കണ്ടാ മതിയായിരുന്നു.
അയ്യോ ഇത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിങ്കോ ടീമുകളെല്ലാം ഒത്തൊരുമിക്കും, സല്യൂട്ട് അടിച്ച് നിൽക്കും. പാട്ടിൽ തന്നെ പറയുന്നത് കേട്ടോ, തോന്നിയ പോലെ മുടിയും വെച്ചു, ഇഷ്ടമുള്ള ഡ്രസ്സും ഇട്ട്, ആരെയും പേടിയില്ല, വിവരവും ഇല്ല. ചുമ്മാത് നമ്മ വലിപ്പോ പുള്ളിങ്കമേ. പാട്ട് കൊള്ളാം, രസമുണ്ട് കേൾക്കാൻ. ലവൻ എന്തിനാടാ ഹെൽമെറ്റ് വെച്ചേക്കുന്നേ? എന്തിനാടാ ഹെൽമെറ്റ് വെച്ചേക്കുന്നേ? ഇതാ പറഞ്ഞ് പുള്ളിങ്ങോ എന്ന് പറഞ്ഞ് നടക്കുന്ന എമാർക്ക് ഒന്നിനും വിവരമില്ല. ആകെ പാടെ അറിയാവുന്ന കുറച്ച് ബാൻഡ് വേണം, സ്ലോ മോഷന്. എന്താ വന്ന ഇതൊക്കെ കൈവിട്ട് പോയി. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ട് പോയി. അത് ഈ സ്നോ മോർ. ഇതാ ഞാൻ പറഞ്ഞു, ഇമാർക്ക് ഈ പോക്കൃത്തരം വിവരക്കേടും ഒരാവശ്യവും ഇല്ലാതെ റാട്ടിറക്കുന്ന, വല്ലവന്റെ നെഞ്ചത്ത് കയറുന്ന, അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ഏതെങ്കിലും വിധത്തിൽ ഇവന്മാരെ കൊണ്ട് വല്ല ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് വല്ല ബാർബർ ഷോപ്പിനും ആയിരിക്കും, പഞ്ചവർണ്ണ കളർ അടിക്കുന്ന ബാർബർ ഷോപ്പിന്. പിന്നെ മെയിൻ ഹാൻഡ് കച്ചവടത്തിനും അരസം പേടിക്കും. നമ്മുടെ ഉള്ളിലെ പുള്ളിങ്ക് ഉണരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ചിലപ്പോൾ വല്ലവരും ഒക്കെ നല്ല വഴി കാണിച്ചു കൊടുത്താൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ അവനും വലിപ്പോ പുള്ളിങ്ക മേലെ. അവൻ ആള് കാഴ്ച ഡീസൻ്റാ, പക്ഷെ അവന്റെ ഉള്ളിലും ചെറിയ പുള്ളിങ്കോ ഉണ്ട്. ചുറ്റുപാട് മൊത്തം പുള്ളിങ്കോ ആവാൻ നേരം കണ്ടില്ലേ, നിൽക്കുന്ന കണ്ടില്ലേ. അപ്പൊ ചെറുക്കന് കുറഞ്ഞത് വല്ല ഷോക്കും എല്ലാം കൊടുത്താൽ റെഡിയാവും. ഇതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറത്തില്ല. എത്ര മതി എന്ന് പറഞ്ഞാലും മതിയാകത്തില്ല. ദമ്മേ ഇതല്ലേ നമ്മുടെ കേരളവും തമിഴ്നാടും ക്രോസ് പുള്ളിങ്കി. ഇത് ഒറിജിനൽ അക്കൗണ്ടിന്റെ താഴെ തന്നെ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ അല്ലേ? ഇത് വലിയ അത്ഭുതമൊന്നും വേണ്ട, ഇതിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ പുള്ളിങ്കോ എന്ന് പറഞ്ഞാൽ അത് ലുക്കിലൊന്നും അല്ല, സത്യത്തിൽ ലുക്കിലൊന്നും അല്ല, മനസ്സിലാണ് പുള്ളിങ്കോ. അത് അമല ഷാജിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സിലാണ് പുള്ളിങ്കോ. അവൻ നിന്ന് കിണുങ്ങുന്ന കാണുമ്പോ മേല് വരിക്കുക. എനിക്ക് നീ ഒന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. വൺ ഓഫ് ദ ഫണ്ണിയസ്റ്റ് റീൽസ് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോക്കോ, ഇത്രയും ഭീകരമല്ല, അങ്ങോട്ട് പോക്കോ.